റേഷൻ വ്യാപാരികളുടെ കടയടപ്പ് സമരം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ സംസ്ഥാനത്തെ റേഷൻ കടകൾ കാലിയാകുന്നു. വാതിൽപ്പടി വിതരണക്കാരുടെ സമരത്തെ തുടർന്ന് ജനുവരി 1 മുതൽ റേഷൻ സാധനങ്ങളുടെ വിതരണം തടസ്സപ്പെട്ടിരുന്നു. സംസ്ഥാനത്തെ 90% റേഷൻ കടകളിലും ഉൽപ്പന്നങ്ങളൊന്നും സ്റ്റോക്കില്ല. ജനം ബ്രേക്കിംഗ്. 27 മുതൽക്കാണ് റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടുള്ള വ്യാപാരികളുടെ സമരം. എന്നാൽ അതിനു മുൻപേ തന്നെ സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തനം ഏതാണ്ട് നിലച്ച മട്ടാണ്. സംസ്ഥാനത്ത് ആകെയുള്ള 13,929 റേഷൻ കടകളിൽ 90%-ത്തിലും ഉൽപ്പന്നങ്ങളൊന്നും തന്നെ സ്റ്റോക്കില്ല. ബാക്കിയുള്ളവയിലും അരിയും സാധനങ്ങളും തീർന്നു തുടങ്ങി. ഉൽപ്പന്നങ്ങൾ ഗോഡൌണുകളിൽ നിന്നെടുത്ത് റേഷൻ കടകളിൽ വാതിൽപ്പടി വിതരണം നടത്തുന്ന കേരള ട്രാൻസ്പോർട്ട് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ പണിമുടക്കിനെ തുടർന്നാണ് ഉൽപ്പന്നങ്ങളുടെ വരവ് നിലച്ചത്. സർക്കാർ കുടിശ്ശിക പണം കൊടുത്തു തീർക്കാതെ വന്നതോടെയാണ് കരാറുകാർ വീണ്ടും സമരത്തിനിറങ്ങിയത്. സെപ്റ്റംബറിലെ ബിൽ തുക സർക്കാർ നൽകിയത് ഭാഗികമായി. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ളത് പൂർണ്ണമായും കുടിശ്ശികയാക്കി. നിലവിലത്തെ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഉറപ്പുകൾ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാകില്ലെന്നാണ് കരാറുകാരുടെ നിലപാട്. ബിൽ കുടിശ്ശികയ്ക്ക് വേണ്ടി 2 വർഷത്തിനിടെ 4ാമത്തെ തവണയാണ് വാതിൽപ്പടി വിതരണക്കാർ സമരം ചെയ്യുന്നത്. ഇതിന് പിന്നാലെയാണ് 27 മുതൽ റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം കൂടി വരുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.